ഹലോ, ഹായ്. അപ്പം ഇന്ന് നമ്മുടെ അതിൽ ഫുഡില്ല. പിന്നെ ഫുഡാണ് നമ്മൾ കാര്യമായിട്ട് ഇടാറുണ്ടായിരുന്നത്. ഇന്ന് പക്ഷേ എൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. ഞാനിന്ന് രാവിലെ ഒരു 10 മണിക്ക് പുറത്ത് പോയതാണ്. പിന്നെ ഞാൻ വന്നപ്പോൾ 4 മണി 3:30 മണിയൊക്കെ ആയി. അപ്പോൾ പിന്നെ എനിക്ക് ഫുഡ് ഉണ്ടാക്കിട്ടോ, ചോറും സാമ്പാർ വെച്ചു, അവിയൽ വെച്ചു. പക്ഷെ അതൊന്നും വീഡിയോസ് എടുക്കാൻ എനിക്ക് പറ്റിയില്ല. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സമയം വൈകിയിരുന്നു. അപ്പോൾ വേഗം ചോറും കറിയൊക്കെ റെഡിയാക്കാന്നുള്ളൊരു ഇതിലെന്ത് ചെയ്തു, വേഗം ചെയ്തു. വേഗം ചോറും സാമ്പാർ വയ്ക്കുക, അവിയൽ വയ്ക്കുകയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒന്നും ഇടാൻ പറ്റിയില്ല. പുറത്ത് പോയി പറഞ്ഞാൽ വേറെ ഒന്നല്ല, നമ്മുടെ അച്ചാറ് കടകളിൽ കൊടുക്കാണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കാനും പിന്നെ വേറൊരു 1-2 കാര്യങ്ങൾക്ക് അക്ഷയയിൽ കൊണ്ടൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനും വേണ്ടിയിട്ട് പോയതാണ്. നമുക്ക് ഇതുവരെ കാർഡ് BPL ആയിരുന്നില്ല. അപ്പോൾ അത് കുറേ പ്രാവശ്യം ഞാൻ കൊടുത്തിരുന്നു. പക്ഷേ അപ്പോൾ ഒന്നും നമുക്കത് BPL ആയി കിട്ടിയില്ല. പക്ഷേ ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഇപ്രാവശ്യം കൊടുത്തപ്പോൾ BPL ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അക്ഷയയിൽ പോയിട്ടൊന്ന് അതിൻ്റെ ഒരു ഇത് ശരിയാക്കാണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അക്ഷയയിൽ പോയി. അപ്പോൾ അങ്ങനെ അവിടുന്ന് പിന്നെ നേരെ അച്ചാറ് കടകളിൽ കൊടുത്തു. അങ്ങനെ പിന്നെ നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് വേഗം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ആടും കുട്ടികളും കരയുണ്ടായിരുന്നു. അവരെ വിടേണ്ടൊക്കെ ആവശ്യമുണ്ടായിരുന്നു. ഇതൊക്കെ നിസ്സാര കാര്യങ്ങളാണ്. ഇതൊക്കെ ചാനലിൽ വന്ന് പറയുന്നത് എന്തെങ്കിലും ആരും വിചാരിക്കണ്ട. പക്ഷെ നമുക്ക് ഇന്ന് പറയാൻ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ കൂടിയിട്ടാണ് അങ്ങനെ പിന്നെ വന്ന് വേഗം കാര്യങ്ങളൊക്കെ ചെയ്തു. ഇന്നിപ്പോൾ നമ്മുടെ ഇവിടെ ഒരു നാട്ടിലൊരു മഴ ചെറുതായി പെയ്തു എന്ന് പറയാൻ ചാറിയിട്ടേ ഉള്ളൂ, അത്രയേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെയൊക്കെ പോണു. നല്ല ചൂടും കാര്യമൊക്കെയാണ് എല്ലായിടത്തും അല്ലേ. പിന്നെ ഇപ്പോൾ നമുക്ക് കടകളിൽ പറഞ്ഞൊരു നമ്മളിപ്പോൾ ഒരു 5 കടകളിലേനിപ്പോൾ കൊടുക്കണുള്ളൂ നമ്മുടെ അച്ചാറ്. പക്ഷേ അത് പോരല്ലോ. അതുകൊണ്ട് നമുക്ക് കാര്യമൊന്നുമില്ല. പക്ഷേ ഞാൻ ഈ വെയിലൊന്ന് ഇതാവട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ ഫീൽഡിൽ ഇറങ്ങാനാണ് വിചാരിക്കുന്നത്. വീട്ടുകളിൽ കൂടെ പോകണം, എന്നിട്ട് നമ്മൾ സെയിൽ ചെയ്യാമെന്നാണ്. നമുക്കതാണ് ലാഭം. കാരണം കടയിൽ കൊടുക്കുന്നതിനേക്കാൾ ലാഭം നമുക്ക് വീട്ടുകളിൽ കൂടെ പോയി കൊടുക്കുകയാണെങ്കിൽ അതാണ് നമുക്ക് ലാഭം. അതല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഒരു സ്ഥലം നമുക്ക് നിറയെ വണ്ടികൾ പോകുന്ന ഒരു ഭാഗത്ത് ഒരു ടേബിളും കസാരയൊക്കെ ഇട്ടിട്ട് ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ഇരിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ച് വെറൈറ്റി ഐറ്റംസുകളൊക്കെ ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈത്തപ്പഴച്ചാറും കടയിൽ കൊടുത്തിട്ടുണ്ട്. കടുക് മാങ്ങയാണ് ഇപ്പോൾ നിലവിൽ കൊടുക്കുന്നത്. അപ്പോൾ കടയിലത്തെ അവർ ചോദിച്ചു നാരങ്ങാച്ചാർ ഉണ്ടാക്കണില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് കുറച്ച് നാരങ്ങാച്ചാർ ഉണ്ടാക്കണം. പിന്നെ കുറച്ച് എണ്ണമാങ്ങ, അതാണ് പിന്നെ ഇപ്പോൾ ഇനി അടുത്തത് ചെയ്യുന്നത്. അങ്ങനെ അതും കുറച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബിസിനസ്സായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. അതാണ് എൻ്റെ ആഗ്രഹം. ഈ ഒരു ബിസിനസ്സിൽ എനിക്ക് വിജയിക്കണം എന്നുണ്ട്. പിന്നെ അതേപോലെ ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടാകും, എനിക്ക് ചാനൽ തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് തുടങ്ങാൻ പറ്റിയത്. പക്ഷെ ഇപ്പോഴും എഡിറ്റ് ചെയ്യാനൊന്നും എനിക്കറിയില്ല കേട്ടോ. അതൊക്കെ നമ്മുടെ മക്കളാണ് ചെയ്തു തരുന്നത്. നമുക്കതിനൊന്നും അറിയില്ല. ഇനി പഠിച്ചു വരണം. അപ്പോൾ അതൊരാഗ്രഹമായിരുന്നു. അതും നടന്നു. ഇപ്പോൾ നടന്നു. ഇനിയിപ്പോൾ അതിൽ വിജയിക്കോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല. അതൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഇതുപോലെ ആയിരിക്കും നമുക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ പറ്റില്ലേ എന്നുള്ളതൊക്കെ. ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മളെ എന്ന് സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യുക. അങ്ങനെ നമ്മളിന്ന് മുന്നോട്ട് വരാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. എപ്പോഴും നമ്മളെല്ലാവരോടും ഒന്ന് ചെയ്യൂ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് എൻ്റെ ഒരു ഇത്. നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് അറിയാമല്ലോ നമുക്ക് സബ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥനയും കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. എനിക്കൊരു ബിസിനസ്സിൽ മുന്നേറണം. അതാണ് ഇപ്പോൾ എൻ്റെ മെയിൻ ആഗ്രഹം. അപ്പോൾ അതിന് ഞാൻ ഏതറ്റം വരെയും അധ്വാനിക്കാൻ തയ്യാറാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇത്ര കുഞ്ഞു വിശേഷം പറയാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ ഈ ഒരു വീഡിയോസ്. അതുകൊണ്ട് ആരും ഒരു ഇതും വിചാരിക്കേണ്ട, ഒന്നും പറയാല്ലാതെ വെറുതെ വന്നിട്ട് ചാനലിൽ ഇങ്ങനെ ഇതാവണം എന്നുള്ളത് ആരും വിചാരിക്കേണ്ട. പറയാൻ പ്രത്യേകിച്ച് ഇപ്പം ഒന്നുമില്ല. പിന്നെ നമ്മുടെ കഥകളൊക്കെ പറയുകയാണെങ്കിൽ ഇഷ്ടംപോലെ പറയാനുണ്ട്. അത് നമുക്കൊക്കെ മെല്ലെ പറഞ്ഞു കൊണ്ടുവരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.